Okay. Good afternoon. Good afternoon, ma'am. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ Laundry and linen services. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിൽ എവിടെ വരെ എടുത്തേ? Importance of laundry service in hospital. Okay, importance of laundry service in hospital complete ആയിട്ട് എടുത്തില്ലേ? Yes, ma'am. Complete ആണ്. കംപ്ലീറ്റ്. അപ്പോ ഇമ്പോർട്ടൻസില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരു 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചല്ലോ. അതെന്തിനൊക്കെയാ സഹായിക്കുന്നത് ലോണ്ടറി സർവീസ്? ഒരാൾ പറഞ്ഞേ, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ? Preventing transmission of infection. ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, പേഷ്യൻസിന് കംഫർട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എസ്തെറ്റിക് വാല്യൂ ഉണ്ടാക്കുക. പിന്നെ പോസിറ്റീവ് പബ്ലിക് ഇമേജ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് കാണും അല്ലെ. ഇനി എന്തൊക്കെയാണ് പ്ലാനിങ്ങിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് തുടങ്ങുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ പ്ലാനിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രവിത ഉണ്ടോ? പ്രവിത വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അനഘ ഉണ്ടോ? അനഘ സജീവൻ. ഇല്ല. സംഗീത, മറ്റൊരാൾ പറഞ്ഞേ, വേഗം പറഞ്ഞേ, എന്തൊക്കെയാണ് പ്ലാനിങ്ങിൽ kind of the hospital, availability of linen and laundry services in adjoining areas, weather conditions, type of clinic. ഇത്രയും കാര്യങ്ങള് പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. Yes, ma'am. പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ്, വൈ ആർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചൂസിങ് ടു ഔട്ട്സോഴ്സ്? ഈ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്? ഇവിടെ ലോണ്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്സോഴ്സ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മള് എന്താണ് വാഷിംഗ് ചെയ്യാറുണ്ട് അല്ലെ, തുണികൾ വാഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒട്ടും സമയമില്ല അല്ലെ, അതായത് ഒട്ടും സമയമില്ല നമ്മുടെ വീട്ടിൽ ഒട്ടും ചെയ്യാനായിട്ട്, അത് വാഷ് ചെയ്യാനായിട്ടുള്ള ടൈം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് എവിടെ കൊടുത്ത് ചെയ്യും? പുറത്തൊരു ലോണ്ടറി സർവീസിൽ കൊടുത്ത് നമ്മൾ അത് വാഷ് ചെയ്യിപ്പിക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കേസിലും പറയുന്നത്. എന്താണ് ഇതൊരു പുറത്ത് ഈ ഒരു ലോണ്ടറി സേവനം ഹോസ്പിറ്റലിൽ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? പുറത്ത് ഒരു ഏജൻസിക്ക് കൊടുത്ത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേഷൻസ് ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്? അതായത് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ടാവുമല്ലോ അവരുടെ മുമ്പിൽ. അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ അല്ലെ. ഇപ്പൊ നമുക്കാണെങ്കിലും അറിയാം എന്താണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവിടെ വെച്ച് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണം. അങ്ങനെ തുടങ്ങണമെങ്കിൽ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ? സ്റ്റാഫുകൾ വേണം അല്ലെ. അവിടെ ഒത്തിരി സ്റ്റാഫുകളുടെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ഏരിയ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഒത്തിരി മെഷീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാ വരുന്നത്? കുറെ അധികം ചെലവുകൾ ഉണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കുറേയധികം കോസ്റ്റ് ചിലവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിയേ, ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അല്ലെ. ഒത്തിരി തൊഴിലാളികൾ വേണം. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വേണം. അതുപോലെ മറ്റ് മെറ്റീരിയൽസും അതുപോലെ ചിലവുകളും ഒക്കെ എന്ത് ചെയ്യണം? ഒത്തിരി ചിലവുകളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. മെഡിക്കൽ
ഇൻവെൻസ് എന്നാണ് അവിടെ കിടക്കുന്നത്, അത് ലിനൻസ് എന്നാക്കുക കേട്ടോ. ദ മെഡിക്കൽ ലിനൻസ് ആർ ഓൾവേസ് എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ മെഡിക്കൽ ലിനൻസ് അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിലുള്ള തുണിത്തരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, എപ്പോഴും ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽ അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസുമായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്, സമ്പർക്കത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വിധേയമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലിനൻസ് ഒക്കെ ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ അല്ലെ. ഇപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ നല്ല ശരിയായ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ വഴിയല്ല അത് എന്താണ് പ്രോസസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എ മേജർ എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് അല്ലെ. അവിടെ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയില് ആ ഒരു ഗുണമേന്മയില് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഗുണമേന്മയിൽ എന്ത് ചെയ്യുന്നു, എഫക്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ്, എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആയിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അവിടെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കണമെങ്കിൽ അവിടെ ഒത്തിരി തൊഴിലാളികൾ വേണം, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വേണം, മെറ്റീരിയൽസ്, അതുപോലെ കുറെ അധികം ചിലവുകളും ഉണ്ട്. അത് മാത്രമല്ല അവിടുത്തെ മെഡിക്കൽ ലിനൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അത് ഇൻഫെക്ഷനോടും അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസിനോടൊക്കെ എപ്പോഴും സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നല്ല ശരിയായ രീതിയിൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, അവിടെ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി, സേവനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയിൽ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി, അവിടെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. അവർ ചെയ്യുന്ന ആ ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലോണ്ടറി സർവീസ് ആയിരിക്കും ഈ എക്സ്റ്റേണൽ ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസ് ടു ഹാൻഡിൽ ഹോസ്പിറ്റൽ ലിനൻ, എന്തിനു വേണ്ടിയിട്ടാണ്, ഹോസ്പിറ്റൽ ലിനൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ വിത്ത് ഹൈ ലെവൽ ഓഫ് കെയർ, അവിടെ എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ ആസ് പെർ ദി സ്പെഷ്യലൈസ്ഡ് നീഡ്സ്, ഹോസ്പിറ്റലിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ, ഹോസ്പിറ്റലിൽ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, പ്രോപ്പർ ഹൈജീൻ ചെയ്യണം, അതുപോലെ ഇങ്ങനെ നീറ്റ് ആയിരിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ അവരുടെ ആവശ്യകതകളെ അനുസരിച്ച്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലുകാരെ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യകതകളും മുൻനിർത്തിക്കൊണ്ട് ഒരു ഹൈ ലെവൽ ഓഫ് കെയർ അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് പരിചരണം കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ ലിനൻസിനെ എന്ത് ചെയ്യുന്ന ഒരു പ്രൊഫഷണലി എന്ത് ചെയ്യുന്നു, സർവീസ് ചെയ്തെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ട്സോഴ്സിംഗ്. ക്ലിയർ ആയ ഔട്ട്സോഴ്സിംഗ് എന്താണെന്നുള്ളത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രാക്ടിക്കബിലിറ്റി, സൈസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി ഇങ്ങനെ ഒരു ഔട്ട്സോഴ്സിംഗിന് കൊടുക്കണമെങ്കിൽ അതിന് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും? പ്രാക്ടിക്കബിലിറ്റി, അതുപോലെ തന്നെ സൈസ് ആൻഡ് എന്താണ്, എക്കണോമിക് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക നില അല്ലെ, അവിടുത്തെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതുപോലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അതുപോലെ പ്രാക്ടിക്കബിലിറ്റി, എത്രത്തോളം പ്രായോഗികത എത്രത്തോളം ഉണ്ട്, ഈ ഒരു പ്രാക്ടിക്കബിൾ ആണോ ഈ ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലുകൾ ഈ ഒരു സേവനം മറ്റ് എക്സ്റ്റേണൽ ഏജൻസീസ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിന് കൊടുക്കുന്നത്. വൈൽ സെലക്ടിങ് എ ലോണ്ടറി സർവീസ്, ഇനി ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യേണ്ടതില് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ടേഴ്സ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ? സർവീസ് ക്വാളിറ്റി, എന്താണ് അവിടുത്തെ സേവന നിലവാരം. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഒരു ലോണ്ടറി സർവീസ്, ഔട്ട് സർവീസ് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അവര് നോക്കിയിട്ട് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഏത് ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യണം, എവിടത്തെ. ഇപ്പൊ ഒത്തിരി ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കില്ലല്ലോ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, ഒത്തിരി പേര് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ തീരുമാനിക്കുന്നത് അവരുടെ സർവീസ് ക്വാളിറ്റി, അവരുടെ എന്താണ് സേവന നിലവാരം എത്രത്തോളം ഉണ്ട് ആ ഒരു ഔട്ട്സോഴ്സിന്റെ എന്നുള്ളതിന്റെ ബേസിസിൽ. രണ്ടാമത്തെ നോക്കിയേ, റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, സർവീസിന്റെ റെപ്യൂട്ടേഷൻ, അതായത് അവരുടെ സേവനത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യും. അതുപോലെ മൂന്നാമത്തെ നോക്കിയേ, പ്രൈസിംഗ് എക്യുപ്മെന്റ് യൂസ്ഡ്, അവിടെ ആ ഉപയോഗിച്ചിരിക്കുന്ന
ഉപകരണങ്ങൾ, അതാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ വില നിർണ്ണയം. അപ്പൊ എന്താണ്, നമുക്ക് നല്ലൊരു സർവീസ് അല്ലെങ്കിൽ ഇതുവഴി നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, ഏറ്റവും നല്ല മെഷീനറീസ് അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല മെഷീനറീസ് ഉപയോഗിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പുറത്തു കൊടുക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ ഏജൻസിയിൽ ആ എക്യുപ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ് അല്ലെങ്കിൽ അതിന്റെ വില നിർണ്ണയം എത്രയാണ്, വില എത്രയാണ് എന്നുള്ളതിനനുസരിച്ച് കൂടി അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വില നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നല്ല ഹൈ കോസ്റ്റില് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെഷീൻസും കാര്യങ്ങളും ആണ് അവിടെ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞു വരുന്ന ആ ഒരു മെറ്റീരിയലിലും അതിന്റെ ക്വാളിറ്റി കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവിടെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രൈസിങ് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സേവനത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടോ, എത്ര വർഷങ്ങളായിട്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് അവർക്കുണ്ടോ, അതുപോലെ എന്താണ് സർവീസ് ക്വാളിറ്റി, അവരുടെ ആ ഒരു സേവനത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട്, നല്ല രീതിയിലാണോ എന്നുള്ള കാര്യങ്ങൾ, എന്നുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ലോണ്ടറി സർവീസുകൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയോ? എന്താണ് ഒരു ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലുകളിൽ ഒരു ലോണ്ടറി സർവീസ് തുടങ്ങണമെങ്കിൽ ഒത്തിരി അധികം ചിലവുകളുണ്ട് അല്ലെ, ഒത്തിരി ലേബറുകൾ, തൊഴിലാളികൾ വേണം, അതുപോലെ അഡ്വാൻസ്ഡ് മെഷീനറീസും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടും നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല ഈ ഒരു തുണിത്തരങ്ങളിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട്, ആ ഹോസ്പിറ്റലിനെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാകും. അപ്പോ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക്, പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെയുള്ള മെഡിക്കൽ ലോണ്ടറി സേവനങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ്, ഹോസ്പിറ്റലിലെ ലിനനുകള് വളരെ ഹൈ ലെവൽ ഓഫ് കെയർ കൊടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, പരിചരിച്ച് അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത് നൽകുന്നു. അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഈ സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി. നമ്മളിപ്പോ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ ഷോപ്പുകളിൽ കൊടുക്കില്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്താണ്, നമുക്ക് അതിന് സമയമില്ല, വാഷ് ചെയ്യാനോ മെറ്റീരിയൽ ഡ്രസ്സുകളൊന്നും വാഷ് ചെയ്യാൻ സമയം അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഔട്ട്സോഴ്സിംഗ് എന്താണ്, അത് അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ പ്രായോഗികത എത്രത്തോളം ഉണ്ട്, അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം എങ്ങനെയാണ്, അവരുടെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ആ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഔട്ട്സോഴ്സിംഗ് സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒത്തിരി ഔട്ട്സോഴ്സിംഗ് സർവീസ് ഉണ്ടാവല്ലോ, ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ടാവല്ലോ ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള. അപ്പൊ ആ സേവനങ്ങൾ എവിടത്തെയാണോ ബെറ്റർ ആയിട്ടുള്ളത് അവിടത്തെയാണ് അവർ സെലക്ട് ചെയ്യുക. അതിന് കുറച്ച് കാരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ 3 ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും പറഞ്ഞതാണ്. സർവീസ് ക്വാളിറ്റി വരുന്നുണ്ട്, അതുപോലെ റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്, പ്രൈസിംഗ്, എക്യുപ്മെന്റ് യൂസ്ഡ്, ഇത് 3 കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഒരു സേവനം, ഈ ഒരു എന്താണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു സേവനം ഇവിടത്തെ സെലക്ട് ചെയ്യണമെന്ന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസസ് നമ്മളാണെങ്കിലും വീടുകളിൽ ഇപ്പോ ഡ്രൈ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമ്മളൊരു ലോണ്ടറി ലോണ്ടറി സേവനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊടുത്ത് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ? നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ. എന്തൊക്കെയായിരിക്കും സ്വന്തമായി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? സേഫ്റ്റി ഉണ്ട്, ശരിയാണ്, സേഫ്റ്റി കൂടുതലാണ് അല്ലെ. നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതിനും കുറച്ചും കൂടി എന്താണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചിലപ്പോൾ കിട്ടും അല്ലെ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്വാളിറ്റി കൂടുതലാണ്. യെസ്, ക്വാളിറ്റി കൂടുതലാണ്. പിന്നെ എന്താ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ശരിയാ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ടൈം കുറവ് മതി അല്ലെ, ടൈം കുറവ് മതി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താ, നമ്മുടെ ആ ഒരു എഫേർട്ട് കുറവ് മതി അല്ലെ. നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ടും അതുപോലെ ടൈമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെയുള്ള സെന്റേഴ്സിൽ കൊടുക്കുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് കിട്ടുന്നില്ലേ? അതുപോലെ തന്നെ രണ്ടിനും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഇവിടെ അഡ്വാൻറ്റേജിന്റെ കാര്യമാണ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ നോക്കി, ഇവിടെ അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് അല്ലെ. ഇവിടെ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നത് വഴിയും കുറച്ച് അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാ നോക്കി, മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. എന്താണ് കോസ്റ്റ് എഫക്റ്റീവ്? ചിലവ് കുറഞ്ഞ ഒരു പരിഹാരമാണ് അല്ലെ. മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞൊരു പരിഹാരമാണ്. കാരണം എന്താണ്, ഔട്ട്സോഴ്സിംഗ് സർവീസ് ചിലവ് കുറഞ്ഞ ഒരു പരിഹാരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കാം? അതെ, വെരി ഗുഡ്. സ്റ്റാഫുകൾ കുറവ് മതി അല്ലെ. സ്റ്റാഫുകൾ കുറവ് മതി. അതുപോലെ മെഷീൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വേണ്ട. പിന്നെ എന്താണ്, മറ്റ് രീതിയിലുള്ള യാതൊരു മെറ്റീരിയൽസോ മറ്റ് ചിലവുകളോ ഒന്നും വേണ്ട അല്ലെ. അപ്പൊ പുറത്തു കൊടുക്കുന്നത് വഴി എന്താണ്, അത്രയും കാര്യങ്ങൾ ഇവർക്ക് ലാഭിച്ചൂടെ? അപ്പൊ ഇവർക്ക് എന്താണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു പരിഹാരമായിട്ട് അവർക്ക് ഇത് അഡ്വാൻറ്റേജ്, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ നോക്കി, ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. നമ്മുടെ ആ ഒരു ഫെസിലിറ്റീസിന്റെ എന്താണ്, അതിന്റെ ആ ഒരു ഉത്പാദനക്ഷമതയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കാര്യക്ഷമതയും ഒക്കെ എന്ത് ചെയ്യാം, കൂട്ടാനായിട്ട് സാധിക്കും. ആ ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്ന, ആ ഒരു ഹോസ്പിറ്റലുകാര് കൊടുക്കുന്ന, ഇപ്പൊ ആ ലോണ്ടറി നമ്മുടെ സ്വന്തമായിട്ട് ലോണ്ടറിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് പുറമെ കൊടുത്താണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിന് അത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് തിരിച്ചത് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു സൗകര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്ന ഫെസിലിറ്റിയുടെ ആ ഒരു എന്താണ് ബെറ്റർ ക്വാളിറ്റി, അതുപോലെ അതിന്റെ നീറ്റ്നെസ്, അതുപോലെയുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മളൊരു ലോണ്ടറിയിൽ കൊടുത്ത് ചെയ്യുന്നതും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആവില്ല. പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്തൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഗുഡ് ക്വാളിറ്റി അല്ലെ, ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ആ സാധനം കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, അതിന്റെ അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ ഒരു സേവനം അല്ലെങ്കിൽ സൗകര്യത്തിന്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമതയൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഔട്ട്സോഴ്സിംഗ് സേവനം വഴി സാധിക്കുന്നു. മൂന്നാമത്തെ നോക്കി, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. എന്താണ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി? നൽകുന്ന പരിചരണത്തിൽ ഒരു മെച്ചപ്പെട്ട ഒരു ഗുണനിലവാരം അല്ലെ. നമുക്ക് എപ്പോഴും നല്ല രീതിയിലൊരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ളതായിട്ടുള്ള ഒരു പരിചരണം നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതെന്ത് ചെയ്യുന്നു, മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ അല്ലെ, ഏറ്റവും മികച്ച രീതിയിലുള്ള എന്താണ് ചിലവ് കുറഞ്ഞ ഒരു പരിഹാര മാർഗമാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്, എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി പരിചരണം, അതിന്റെ ഒരു ക്വാളിറ്റി, ഗുണമേന്മ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ ഒരു ഗുണമേന്മ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് ചെയ്യുന്നത് വഴി അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അപ്പം ഇത് മൂന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ലോണ്ടറി സർവീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കൺസിഡർ ചെയ്തേണ്ടത് എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓപ്ഷൻസ് വൈസ് ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ 3 ഓപ്ഷൻസോ 4 ഓപ്ഷൻസോ ഒക്കെ തന്നിട്ട് അതിന് കറക്റ്റ് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കി, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ലിനൻസ് ഉണ്ടല്ലോ, തുണിത്തരങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ജനറൽ പർപ്പസ് ലിനൻ. ജനറൽ പർപ്പസ് ലിനൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ജനറൽ ആയിട്ട്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ജനറൽ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. ഒന്ന് നോക്കിയേ, ജനറൽ പർപ്പസ് ലിനനിൽ വരുന്ന ഏതാണ്? കർട്ടൻസ്. കർട്ടൻസ് എല്ലായിടത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. സ്ക്രീനുകള്, ടേബിൾ ക്ലോത്തുകൾ പോലെയുള്ളവയാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. രണ്ടാമത് നോക്കി, പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ക്ലോത്തിങ്ങുകളാണ്. അതായത് ഇൻക്ലൂഡിങ് ഗൗൺസ് അല്ലെ. പേഷ്യൻസ് എന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ ഗൗൺസ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണ്, കോട്ടുകള്, കോട്ട്സ്, ഗൗൺസ്, കോട്ട്സ് പോലെയുള്ളവയാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. ഓക്കെ, അപ്പം ജനറൽ പർപ്പസ് ലിനൻ എന്തൊക്കെയാ? കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്തുകൾ പോലെയുള്ള ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ക്ലോത്തുകൾ, അതാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. പേഷ്യന്റ് ലിനൻ. പേഷ്യന്റ് ലിനൻ എന്തൊക്കെയാ വരുന്നത്? പേഷ്യൻസിന്റെ ക്ലോത്തിങ് ആയിട്ടുള്ള ഗൗണുകള്, കോട്ടുകള്, സ്ക്രീനുകൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വാർഡുകളിലൊക്കെ ആണെങ്കിലും ഒരു വാർഡിന്റെ ഒരു എന്താണ് അവിടുത്തെ ആ ഒരു ബെഡിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്
കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേക ട്രീറ്റ്മെന്റുകൾ കൊടുക്കുമ്പോഴോ അപ്പൊ അതെ മറ പോലെ വെക്കുന്ന സ്ക്രീനുകള് കൂടുതലായിട്ടും വാർഡുകളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. അതാണ് സ്ക്രീനുകൾ കേട്ടോ. നോക്കിയേ, പേഷ്യൻസിൽ നെല്ല് വരുമ്പോ എന്തൊക്കെയാ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഗൗണുകളാവാം, കോട്ടുകളാവാം, അതുപോലെയുള്ളവയാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. വാർഡ് ലിനൻ എവിടെ ഉപയോഗിക്കുന്ന ക്ലോത്തുകളാവാം? വാർഡുകളിൽ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് വാർഡുകളിൽ ഉപയോഗിക്കുന്നത്? എന്തൊക്കെ ക്ലോത്തിങ് മെറ്റീരിയൽസ് ആ വാർഡിൽ ഉപയോഗിക്കുന്നത്? വാർഡുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബെഡ്ഷീറ്റ് അല്ലെ, ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റ്സുകള്, പില്ലോ കവറുകള് അല്ലെ, ഇതൊക്കെ വാർഡുകളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വാർഡുകളിൽ ഉപയോഗിക്കുന്ന ലിനൻസിനെയാണ് വാർഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വാർഡ് ലിനനിൽ വരുന്നത് ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡുകളിൽ ഉപയോഗിക്കുന്ന ലൈക്ക് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, പില്ലോ കവറുകൾ എക്സെട്ര അതുപോലെയുള്ളവ. ഫോർത്ത് വൺ നോക്കി, OT എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഇതിൽ എന്തൊക്കെയാ വരുന്നത്? ഇങ്ങനെയുള്ള ലേബർ റൂമുകളിലോ ഓപ്പറേഷൻ തിയേറ്ററുകളിലോ പ്രൊസീജിയർ റൂമുകൾ, ചെറിയ ചെറിയ സർജറീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സർജിക്കൽ ഗൗണുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താ? സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? സ്ക്രബ് സ്യൂട്ട്സ് കണ്ടിട്ടുണ്ടോ? സ്ക്രബ് സ്യൂട്ട്സ് അറിയോ? സ്ക്രബ് സ്യൂട്ട് എന്താണെന്നുള്ളത്? അതെ, പാൻസും ഷർട്ടും പോലെയുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്, യൂണിഫോം. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാ? ടോപ്പ് പോലെയുള്ള ലെങ്തി ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. ഷർട്ട് പോലെ തന്നെ എന്താണ് പോക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അല്ലെ. അതായത് ഒരേ സെയിം കളർ ആയിരിക്കും പാൻസും ഷർട്ടും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസ് കൂടുതലായിട്ടും ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിന്റെ ഇത് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അല്ലെ. മുമ്പൊന്നും അങ്ങനെ അത്രയധികം കണ്ടിട്ടുണ്ടായില്ല. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽസ് കൂടുതലും അങ്ങനെയുള്ള ഒരു യൂണിഫോം ആണ് ധരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് സ്ക്രബ് സ്യൂട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുണ്ട്. അതുപോലെ മെഡിക്കൽ സർജിക്കൽ ഗൗണുകളുണ്ട്, ഗൗൺ ക്യാപ്പുകളുണ്ട്, തുടങ്ങിയവയാണ് OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനനിൽ വരുന്നത്. അപ്പൊ 4 ക്ലാസ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ലിനനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജനറൽ പർപ്പസ് ലിനൻ, പേഷ്യന്റ് ലിനൻ, വാർഡ് ലിനൻ ആൻഡ് OT, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഇത് 4ഉം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലെ. നെക്സ്റ്റ് നോക്കി, proper healthcare laundry procedures and disinfecting are very important to infection control and prevention of spread of diseases. അല്ലെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഇപ്പൊ ഒരു ഡിസീസസ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങള് അത് പകരുന്നത് തടയാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇൻഫെക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണുനശീകരണവും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഒരു ആരോഗ്യ പരിചരണം നിർത്തിയുള്ള ലോണ്ടറി പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിട്ട് അത് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രോഗങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനും ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ക്യാരി ഔട്ട് ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഹാസ് ദ റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി അല്ലെ. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലും ബന്ധപ്പെട്ട് വരുന്ന ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാർ അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു റൈറ്റ് പ്രൊട്ടക്ഷൻ, ശരിയായ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകണം, അതുപോലെ ശരിയായ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വം അവർക്ക് ഉറപ്പാക്കണം വേണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള അവരുടെ ആ ഒരു ആരോഗ്യ പരിചരണം അത് മുൻനിർത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ ആ ഒരു പ്രൊട്ടക്ഷനും സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതാണ് താഴെ പറയുന്ന ഒരു 5 പോയിന്റ്സ്. അവരുടെ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് PPE. എന്താണ് PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എഴുതി വെച്ചോ. എന്താണ് PPE എന്നൊന്ന് എഴുതി വെച്ചോ കേട്ടോ. നോട്ട്സ് എടുത്തൊന്ന് എഴുതി വെച്ചേ. PPE പേഴ്സണൽ
protective equipment. Personal protective equipment. PPE, personal protective equipment. Is a protective എന്താണ് PPE എന്ന് എഴുതി വെച്ചോ. is a protective clothing, protective clothing, protective clothing, googles or other garments, is a protective clothing, googles, or other garments or equipment, other garments or equipment designed to protect the wearer's body, അതായിരിക്കുന്ന ആളുടെ ശരീരം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. wearer's body from injury or infection. ഒന്നുകൂടി പറയാം. PPE എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ചോദിക്കാറുണ്ട് കേട്ടോ, PPEയുടെ എക്സ്പാൻഡഡ് ഫോംസ് ചോദിക്കാറുണ്ട്. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇസ് എ പ്രൊട്ടക്റ്റീവ് clothing, googles or other garments or equipment designed to protect the wearer's body, ധരിക്കുന്ന ആളുടെ ആ ശരീരം, wearer's body from injury or infection. കിട്ടിയോ? PPE എന്താണ്? ഏതിന്റെയാണ് സ്പെല്ലിംഗ് ചോദിക്കുന്ന ഫാത്തിമ? wearers എന്നാണോ? WEAR, WEARERS, 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 wearers. Okay. So PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്താണെന്ന് കിട്ടിയല്ലോ. ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ളത്? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നേ? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ഉൾപ്പെടും? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പേഴ്സണൽ ക്ലോത്തുകൾ അല്ലെ, തുണിത്തരങ്ങളാവാം, അല്ലാന്നുണ്ടെങ്കിലോ ഗൂഗിൾസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണടകളോ അല്ലെങ്കിൽ കണ്ണുറകളോ പോലെയുള്ളവയാവാം, ഹെൽമെറ്റുകളാവാം, അല്ലാന്നുണ്ടെങ്കിലോ ഗാർമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആവാം അല്ലെ. അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ആ ഒരു വ്യക്തി ആരാണോ അത് ധരിക്കുന്നത്, ആ ധരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ PPE വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേട്ടോ, മറ്റേതൊരു ഫീൽഡിൽ വർക്ക് ചെയ്താലും നമ്മുടെ അവിടുത്തെ ആ ഒരു റിസ്ക് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്, മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിന്നെ റേഡിയോളജി റൂമുകളിലാണ് നമ്മൾ ഓൾറെഡി ഏപ്രൺസ് യൂസ് ചെയ്യണം, ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകൾ വെക്കണം അല്ലെ. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെയും അങ്ങനെയുള്ള സംരക്ഷണം, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനിൽ നിന്നുള്ള സംരക്ഷണമാവാം, അല്ലാന്നുണ്ടെങ്കിലോ അവരുടെ ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളിൽ നിന്നുള്ള അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവാം, ക്ലോത്തിങ്ങുകളാവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ, അതാണ് എന്താണ് PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ വരുന്നത്. കിട്ടിയോ? എന്താണ് PPE എന്നുള്ളത് കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ നോക്കി, യൂസ് ഓഫ് PPE. അതായത് ഇവിടെ അവരെന്തൊക്കെയാ ഉപയോഗിക്കേണ്ടത്? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോണ്ടറിയുടെ കാര്യമായിട്ടോ പറയുന്നത്. ലോണ്ടറിയിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം. എന്തൊക്കെ ഉപയോഗിക്കണം? എന്തൊക്കെയായിരിക്കും അവർ ഉപയോഗിക്കുന്നത്? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് അവരുടെ പേഴ്സണൽ ഗ്ലൗസ് ഉപയോഗിക്കണം. വെരി ഗുഡ്, ഗ്ലൗസ് ഉപയോഗിക്കണം. പിന്നെ എന്താണ്? പിന്നെ എന്തൊക്കെ ഉപയോഗിക്കണം? മാസ്കുകൾ നിർബന്ധമായിരിക്കണം. അതുപോലെ എന്താണ്
വേറെ എന്തൊക്കെയാ ഉപയോഗിക്കേണ്ടത്? വേറെ ഒന്നുമില്ല. ഫേസ് ഷീൽഡുകൾ അല്ലെ, വെരി ഗുഡ്. ഫേസ് ഷീൽഡുകൾ, ഗൗണ് പോലെയുള്ളത്, അതുപോലെ ക്യാപ്പുകൾ ഉപയോഗിക്കണം. വെരി ഗുഡ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വരും. കാരണം എന്താ, ബൂട്ട്സുകളൊക്കെ ഇപ്പൊ നമ്മളെ ഈ നിപ്പയും ഒക്കെ കോവിഡ് ഒക്കെ ബാധിച്ചവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ കുറേയധികം ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മറ്റവരെ ഇൻഫെക്റ്റഡ് ആയവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതുപോലെ ഇവിടെയും ഇവരെന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അവർക്ക് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഹൈ റിസ്ക് ആണ് അല്ലെ, വളരെ കൂടുതലാണ് അതിന്റെ ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ PPEs യൂസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ നോക്കിയേ, ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറകൾ പറ്റിയതായിട്ടുള്ള ലിനനുകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്ന ബാഗുകളിലായിട്ടായിരിക്കണം കളക്ട് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് നമ്മൾ പോയി എടുത്ത് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു റൂമിൽ പോയി തുണികൾ നമ്മുടെ കയ്യിലോ ബക്കറ്റിലോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെയല്ല. ഇവിടെ എന്ത് ചെയ്യണം, ബാഗുകളിൽ കളക്ട് ചെയ്തിട്ട് ബാഗുകളിലാണ് അവിടെ നിക്ഷേപിച്ച് വെക്കേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ബാഗുകളിലാക്കി കെട്ടിയാണ് വെക്കേണ്ടത്. അങ്ങനെ ബാഗുകളിലാക്കിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ലിനൻസ് കൊണ്ടുവരേണ്ടത്. അത് എന്തിനു വേണ്ടി അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ബാഗുകൾ ഡയറക്റ്റ് കൊണ്ടുവരണം, അത് നിർബന്ധമാണ്. കാരണം എന്താ, ഡയറക്റ്റ് ആ ഒരു തുണിയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാം. അപ്പൊ ബാഗുകളിലാകുമ്പോൾ അത്രയും കുറവാണ്. ആ ട്രാൻസ്പോർട്ടേഷൻ വഴിയിലും എന്താണ് സ്പ്രെഡിങ്, ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ബാഗുകളിലായിരിക്കണം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്. മൂന്നാമത് നോക്കി, സ്റ്റോർ സ്റ്റെയിൻഡ് ലിനൻ, സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ് ലോണ്ടറി സെപ്പറേറ്റ്ലി അല്ലെ. മൂന്നാമത് പറഞ്ഞത് സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറകൾ പറ്റിയതായിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതുപോലെ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഫോർത്ത് വൺ, പെർഫോം ഹാൻഡ് ഹൈജീൻ അല്ലെ. നമ്മുടെ കൈയുടെ ആ ഒരു ശുചിത്വം അതെപ്പോഴും വേണം അല്ലെ, പാലിച്ചിരിക്കണം. കാരണം എന്താ, കൈ ശുചിത്വം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ, നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ ഹാൻഡ് ഹൈജീൻ എപ്പോഴും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഫിഫ്ത് വൺ നോക്കിയേ, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. ഇനി എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള ലോണ്ടറീസിൽ വരുന്ന തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ കോമൺ പ്രാക്ടീസസ് ചെയ്യേണ്ടത്? സ്റ്റാഫുകൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അവരുടെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് PPEs യൂസ് ചെയ്യുക. അതുപോലെ ബാഗ്സിൽ എന്ത് ചെയ്യുക, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളിലും തുണിത്തരങ്ങളാണെങ്കിൽ അത് ബാഗുകളിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ എന്താ, സ്റ്റെയിൻഡ് ആയിട്ടുള്ളവയും അതുപോലെ ക്ലീൻ ആയിട്ടുള്ളവയും രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഹാൻഡ് ഹൈജീൻസ് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ എന്താ, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോണ്ടറി ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ വഴി അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാഫുകൾക്ക് സംരക്ഷണം ലഭ്യമാക്കാനായിട്ടുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇനി ഈ സോയിൽഡ് ആയിട്ടുള്ള ലിനൻ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഈ തുണിത്തരങ്ങൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പ്രോസസിങ്ങിന്റെ ആ കുറച്ച് ടേംസ് മാത്രം, ആ ഹെഡിങ് മാത്രം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിലിവിടെ ഫസ്റ്റ് വൺ നോക്കി, സോർട്ടിങ്. ഇനി നിങ്ങൾ പറഞ്ഞ എന്താണ് സോർട്ടിങ് എന്നുള്ളത് നമ്മൾ പഠിച്ചാലേ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ പറ്റി ഡിസ്കസ് ചെയ്താണ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സോർട്ടിങ്ങിൽ ചെയ്യുന്നത്? തരംതിരിക്കുക അല്ലെ, തരംതിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ഓരോ രീതിയിൽ ഇപ്പൊ ഇവിടെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ് ഇങ്ങനെയുള്ള ലിനനുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ രീതിയിൽ അല്ലെങ്കിൽ തരംതിരിച്ച് വേർതിരിച്ച് വെക്കുന്നു അല്ലെ. അതാണ് സോർട്ടിങ്ങിൽ പറയുന്നത്. അപ്പൊ നോക്കി, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്ടഡ് അല്ലെ. ഉപയോഗിച്ചതായിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇങ്ങനെ ഉപയോഗിച്ചതായിട്ടുള്ള തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. കിട്ടിയോ സോർട്ടിംഗ് എന്ന് പറയുന്നത്? ലിനൻ സ്റ്റെയിൻഡ്, സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റെയിൻഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡുമായി ബന്ധപ്പെട്ട് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചില പേജുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കെ. ലിനൻ സ്റ്റെയിൻഡ്
വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കറകൾ ഉണ്ടാകുന്ന തുണിത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി, സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് സോർട്ടിങ്ങിൽ പറയുന്നത്? സോർട്ടിങ്ങിൽ ഒന്നുമില്ല, എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു, അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ സ്റ്റെയിൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ളവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറകളുള്ള തുണിത്തരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇതിനോടൊപ്പം വെക്കാതെ മാറ്റി വെക്കുക. അതാണ് സോർട്ടിങ് പറയുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞേ? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്താണ് സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗിൽ വരുന്നത്? അണുനശീകരണം അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നു? കഴുകലും വരുന്നുണ്ട്, വാഷിംഗും വരുന്നുണ്ട് അല്ലെ. ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ after soaking in 0.5% bleaching solution for 30 minutes and should be washed with water and detergent before washing. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യാണ്. കൊണ്ടുവന്നിരിക്കുന്ന ആ തുണിയെ അണുവിമുക്തമാക്കുകയാണ് അല്ലെ. അപ്പൊ അണുവിമുക്തമാക്കാനായിട്ട് ആദ്യം അത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളൊക്കെ എന്ത് ചെയ്യും? 0.5% ഓഫ് ബ്ലീച്ചിങ് സൊല്യൂഷനില് എന്ത് ചെയ്യുന്നു? സോക്ക് ചെയ്ത് വെക്കും 30 മിനിറ്റ്സ്. എന്താണ് സോക്ക് ചെയ്ത് വെക്കാന്ന് നമ്മുടെ വീടുകളിൽ ചെയ്യാറുള്ളത് അല്ലെ. ഡിറ്റർജന്റ് വാട്ടറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സോക്ക് ചെയ്ത് വെക്കും അല്ലെ. എന്താണ് സോക്ക് ചെയ്ത് വെക്കുക? മുക്കി വെക്കും അല്ലെ. മുക്കി വെക്കും. അത് തന്നെയാണ് എന്തെങ്കിലും ചെയ്യുന്നത്. എന്താണ് വ്യത്യാസമാണ്? എന്താണ്? ബ്ലീച്ചിങ് സൊല്യൂഷൻ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് മുക്കി വെക്കും. എത്ര മിനിറ്റ്സ് മുക്കി വെക്കും? 30 മിനിറ്റ്സ് മുക്കി വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നു. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു പ്രാവശ്യം വാഷ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് ആ ബ്ലീച്ചിങ് സൊല്യൂഷനില് മുക്കി വെച്ചിരിക്കുന്ന ആ തുണി ആദ്യം ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ ആഫ്റ്റർ സോക്കിംഗ് ഇൻ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനിൽ മുക്കി വെക്കുന്നു, 30 മിനിറ്റ്സ് മുക്കി വെക്കുന്നു. ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ, വെള്ളവും ഡിറ്റർജന്റും വാട്ടറും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് വാഷ് ചെയ്ത് കളയുന്നു. അപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിസ്ഇൻഫെക്റ്റിംഗ് അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന ആ ഒരു പ്രോസസ് കഴിയുന്നത്. ആൻഡ് ബിഫോർ വാഷിംഗ്, ശരിയായ വാഷിങ്ങിന് മുൻപ് തന്നെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഡിറ്റർജൻസും വാട്ടറും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ദ സോയിൽഡ് ലിനൻ ഷുഡ് ബി ബണ്ടിൽഡ് ആൻഡ് ആൻ എൻട്രി ഷുഡ് ബി മെയ്ഡ്. ഈ സോയിൽഡ് ലിനൻ ഇങ്ങനെ മലിനമായിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങള് എങ്ങനെയാണ്? ബണ്ടിലായിട്ട് കെട്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് എൻട്രി കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. ബണ്ടിലായിട്ട് ടൈ ചെയ്ത് കെട്ടിയതിനു ശേഷം അങ്ങനെ ബണ്ടിലായിട്ട് കെട്ടിയിട്ടുള്ള സോയിൽഡ് ലിനനുകളാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ ഓരോന്നായിട്ടല്ല, അങ്ങനെ കെട്ടി വെച്ചിട്ട് ഉള്ള രീതിയിലുള്ളതാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി അക്കൗണ്ടഡ് ആൻഡ് ഹാൻഡിൽ ഓവർ സെപ്പറേറ്റ്ലി. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളാണെങ്കിൽ എങ്ങനെയുള്ള നോർമലി മലിനമായിട്ടുള്ള ലിനനുകളുടെ കൂടെ എന്ത് ചെയ്യില്ല? ഇടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇതേ സെയിം പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻ അതിനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒപ്പമല്ല, അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്തെടുക്കുന്നത്. At this stage, the linen should also be inspected for tears and damage. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് കഴിഞ്ഞ് കഴുകലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് എന്തെങ്കിലും പൊട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ആ തുണികൾക്ക് എന്തെങ്കിലും ഡാമേജുകളോ കീറുകളിലോ ഒക്കെ ഉണ്ടാവില്ലേ? അതാണ് ടീയേഴ്സ് ആൻഡ് ഡാമേജ് എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡാമേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കീറലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിന്നലുകളോ കീറലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അതിനെ പെട്ടെന്നാണെങ്കിൽ അത് എന്ത് ചെയ്യും? റിപ്പയർ ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിലോ അതിന് പകരമായിട്ട് അതിനെ മറ്റൊരെണ്ണം റീപ്ലേസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് അത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, സോർട്ടിങ് പറഞ്ഞു, അതുപോലെ സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. ഇനി ഇതിൽ രണ്ടിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയി? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ നോക്കി. സെക്കൻഡ് പോയിന്റ് ആണോ? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണോ ചോദിക്കുന്നത്? എന്താണ് പറയുന്നത്? അവിടെ ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളൊക്കെ എന്ത് ചെയ്യണം? 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് 30 മിനിറ്റ്സ് എന്ത് ചെയ്ത് വെക്കണം? മുക്കി വെക്കണം. അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം അത് ഡിറ്റർജന്റും വാട്ടറും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? കഴുകി കളയും. അതൊരു ഫസ്റ്റ് വാഷിംഗ് ആണ്. അങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിലുള്ള വാഷിംഗിലേക്ക് ഇത് കൊടുക്കുള്ളൂ. അതിനു മുൻപ് ഒരു പ്രാവശ്യം ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അണുനശീകരണം ചെയ്യുന്ന സമയത്ത് ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള വാഷിംഗിലേക്ക് ഇത്
കൊടുക്കുന്നു. ഇനി ആ സമയത്ത് സോയിൽഡ് ആയിട്ടുള്ള ലിനനുകൾ ഉണ്ടാവും, ഇൻഫെക്റ്റഡ് ലിനനുകൾ ഉണ്ടാവും അല്ലെ. അതിൽ സോയിൽഡ് ആയിട്ടുള്ള ലിനനുകളും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുന്നതെങ്കിലും രണ്ടും രണ്ട് രീതിയിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇൻഫെക്റ്റഡ് ലിനൻ ഒരിക്കലും ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ് ചെയ്യില്ല. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റേജിൽ എന്താണ് എന്തെങ്കിലും പൊട്ടലുകൾ അല്ലെങ്കിൽ ആ തുണികൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കീറലുകളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നു, റിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്ത് വേറെ ഒരെണ്ണം അതിന്റെ സ്ഥാനത്ത് വെക്കുന്നു. ഇത്രയും ക്ലിയർ ആയോ? തേർഡ് വൺ നോക്കി, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ആൻഡ് അയണിങ് അല്ലെ. അവിടെ എന്താണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഡിസിൻഫെക്ടന്റ് കഴിഞ്ഞു, അവിടെ എന്ത് ചെയ്യുന്നു, വാഷിംഗിലേക്ക് കൊടുക്കുന്നു അല്ലെ. ലിനൻ ഷുഡ് ബി വാഷ്. ഇനി പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള മെയിൻ വാഷിംഗിലോട്ട് കിടക്കുകയാണ്. അങ്ങനെ വാഷിംഗിലേക്ക് കൊടുത്തു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലെ. വെള്ളം അതിൽ നിന്നും എന്താണ് ഡ്രൈ ചെയ്ത് കളയും, ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അതിനുശേഷം ആ ഒരു ലിനനെ എന്ത് ചെയ്യുന്നു, കണ്ടീഷനിങ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടുത്തെ ലോണ്ടറി സ്റ്റാഫുകൾ അതിനെ അയൺ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇതിനെ പറ്റി. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി. ഇവിടെയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണെങ്കിൽ അതിനെ വാഷ് ചെയ്തത് എങ്ങനെയായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ, തുണിത്തരങ്ങൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്, ഇതിനോടൊപ്പം ചെയ്യില്ല. അപ്പൊ വാഷിംഗ് നടത്തുന്നുണ്ട്, എക്സ്ട്രാക്ടിങ് നടത്തുന്നുണ്ട്, കണ്ടീഷനിങ് ചെയ്ത് അതിനുശേഷം അയൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർത്ത് പ്രോസസ് ആണ് pressing and folding. The pressed and folded clean linen should be stored in a dry place on racks. അല്ലെ, പ്രസ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ ആണല്ലോ അപ്പൊ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യും, ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ റാക്കുകളിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്പേസിൽ റാക്കുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ക്ലീൻഡ് ആയിട്ടുള്ള ലിനൻ എന്ത് ചെയ്യും, should be shifted, transported on a clean trolley to various areas. പല ഏരിയാസിലോട്ടും പല ഡിപ്പാർട്ട്മെന്റിലോട്ടും ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള തുണിത്തരങ്ങൾ എത്തിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ലിനനുകൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യും, അത് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തുപയോഗിച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ക്ലീൻ ആയിട്ടുള്ള ട്രോളികൾ ഉപയോഗിച്ചിട്ട് പല ഏരിയാസിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പല ഏരിയാസിലോട്ടും വിതരണം ചെയ്യുന്നു. ഇത്രയുമാണ് 4 പ്രോസസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി കാണിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കി. സോർട്ടിങ് ഫസ്റ്റ് വരുന്നതാണ്, പ്രോസസിങ് ഓഫ് സോൾട്ട്. ഈ ഒരു 4 എണ്ണത്തിലും എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ 4 എണ്ണത്തിൽ നിന്നും വരുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടോ, അതിനെ നമുക്ക് ആ ഒരു ഓർഡർ തെറ്റിച്ചൊക്കെ തരാറുണ്ട് കേട്ടോ. നമ്മൾ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചപ്പോ കണ്ടില്ല, ഓരോ ഓർഡർ ഒക്കെ തെറ്റിച്ച് തരണം, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം കേട്ടോ. അപ്പൊ സോർട്ടിങ് കഴിഞ്ഞാൽ നേരെ വരുന്ന ഏതാ, സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റിങ് ആണ് അല്ലെ. അതിനുശേഷം വരുന്നത് വാഷിംഗ് വരുന്നു, അതിനുശേഷം എക്സ്ട്രാക്ടിങ് വരുന്നു, അതിനുശേഷം കണ്ടീഷനിങ് വരുന്നു, അതിനുശേഷം എന്താ, അയണിങ് വരുന്നു, അതിനുശേഷം എന്താ, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ് വരുന്നു. ഈ ഒരു പ്രൊസീജിയർ അടുത്ത വരുന്ന തുണികളിലും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ പ്രോസസ്സ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കാം. അതിൽ വരുന്ന ഓരോന്നും കഴിഞ്ഞ് വരുന്നതാണെന്ന് ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്താണ് സോർട്ടിംഗ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം, അതുപോലെ എന്താണ് വാഷിംഗ്, എന്താണ് എക്സ്ട്രാക്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ചിലപ്പോൾ സോർട്ടിംഗ് കഴിഞ്ഞിട്ട് വല്ല കണ്ടീഷനിങ്ങോ അത് കഴിഞ്ഞിട്ട് വല്ല പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ട് ആ ഒരു ഫ്ലോ ചാർട്ടിൽ എന്തെങ്കിലും തെറ്റിച്ച് തരാം. അപ്പൊ അതിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും ആ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് എഴുതാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഒരു ക്രോസിംഗ് ഓഫ് സോളിഡ് ലിനന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇമ്പോർട്ടന്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ്. അതായത് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതും വെറുതെ ജസ്റ്റ് ആ പേരുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ. ആ പേരുകൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ മെഷീൻസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പല ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി അഡ്വാൻസ്ഡ് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാഷിംഗ് മെഷീൻ വേണം അല്ലെ, അതുപോലെ അയൺ ചെയ്യാനായിട്ട് ഹാൻഡ് അയണുകൾ വേണം,
ഡ്രയർ വേണം, വേണ്ടേ? ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ട്രോളീസ് വേണം. എയർ കംപ്രസർ, ഇതാണ് ഡ്രൈ ചെയ്യാൻ, തുണികൾ ഡ്രൈ ചെയ്യാൻ, പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കംപ്രസേഴ്സ് വേണം. സ്യൂയിങ് മെഷീൻസ്, അല്ലെ, തയ്ക്കാൻ വേണ്ടിയിട്ട്, തയ്യൽ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂയിങ് മെഷീൻസ്, എക്സെട്രാ. സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ദ ലോണ്ടറി. ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺലി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് വാഷിംഗ് മെഷീൻസ്, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്യൂയിങ് മെഷീൻസ്, എക്സെട്ര. കോമൺലി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കിയാൽ മതി എന്തൊക്കെയാണെന്നുള്ളത് മാത്രം, പേരുകളൊന്നും നോക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. എന്താണ്? മലിനമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അഴുക്കായിട്ടുള്ള ആ ഒരു തുണിത്തരങ്ങൾ, അല്ലെ. ഹാൻഡ്ലിംഗ് ഈസ് വെരി വൈറ്റൽ ഫോർ ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ് എന്നാണ് കേട്ടോ. അവിടെ ടെൻസ് എന്നാണ് കിടക്കുന്നത്, പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ് സ്റ്റാഫ്, അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെയും അതുപോലെ അവിടെയുള്ള പേഷ്യൻസിന്റെയും ഒക്കെ വെൽബീയിങ്, അല്ലെ, അവരുടെ ക്ഷേമവും അതുപോലെ അവരുടെ ആ ഒരു സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടി വളരെ സുപ്രധാനമാണ് ഇങ്ങനെയുള്ള ലോണ്ടറീസിന്റെ ശരിയായ രീതിയിലുള്ള ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Linen that comes in contact with workers or individuals can become contaminated with injurious microorganisms and body fluids, അല്ലെ. അതായത് ഇപ്പൊ അവിടെയുള്ള പേഴ്സൺസ് ആണോ, അതാണ് ഇൻഡിവിജ്വൽസ്, അതായത് അവിടെയുള്ള പേഷ്യൻസ്, അതാണ് ഇൻഡിവിജ്വൽസ്. അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകൾ, അല്ലെ, ജീവനക്കാരൻ, അവരൊക്കെ എന്താണ്, അവരൊക്കെ ലിനൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. തുണികൾ ഉപയോഗിക്കുമ്പോ ആ തുണികളൊക്കെ എന്തുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്, കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്, മലിനമാകുന്നത് എങ്ങനെയൊക്കെയാ? വിത്ത് ഇൻജൂറിയസ് മൈക്രോ ഓർഗാനിസംസ്, നമുക്ക് ദോഷകരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുമായിട്ടുള്ള കോണ്ടാക്ട് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് വഴിയുള്ള കോണ്ടാക്ട് വഴിയോ ഒക്കെ ആ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരുപയോഗിക്കുന്ന അല്ലെങ്കിൽ ആര് യൂസ് ചെയ്യുന്നതാണ്? ഇൻഡിവിജ്വൽസ്, അതായത് അവിടെയുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ വർക്കേഴ്സോ ഒക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഇൻജൂറിയസ് മൈക്രോ ഓർഗാനിസവുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടാമിനേഷൻ ആവുന്നുണ്ട്, അല്ലെ, അത് മലിനമാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മലിനമാകുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അത് പ്രോസസ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സ്റ്റാഫുകള് അവർക്ക് എങ്ങനെയായിരിക്കും? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതാണ് PPE, അല്ലെ, മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്ഷൻ ഈസ് ഹാൻഡിൽഡ്. അങ്ങനെയുള്ള എല്ലാ തുണിത്തരങ്ങളും ഹാൻഡിൽ ചെയ്യുമ്പോ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്? PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. വോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നുള്ളതാണ് കേട്ടോ, ധരിക്കുക. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള PPE പോലെയുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അവരുടെ ആ സ്റ്റാഫുകളുടെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ അവരെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ലിനൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ഇൻഫെക്ഷൻസ് വരും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് നടത്തണം. അതോടൊപ്പം തന്നെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ്, അല്ലെ. എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളും മറ്റ് ഐറ്റംസിന്റെ കൂടെ ഇടാതെ അത് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. ഇത്രയും കാര്യം മനസ്സിലായോ? സോൾഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറിയിൽ പറയുന്നത് എന്താ? അവിടെയുള്ള പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും ഒക്കെ സേഫ്റ്റിയും വെൽബീയിങ്ങും ഒക്കെ അത് വളരെ പ്രധാനമാണ്. അത് ഇത് എങ്ങനെയായിരിക്കണം? ഈ ഒരു സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത്, അല്ലെ. അപ്പൊ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ സേഫ്റ്റിയും വെൽബീയിങ്ങും ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വർക്കേഴ്സ് ആയിക്കോട്ടെ, അവിടെയുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ ലിനൻസും എങ്ങനെയാണ് കണ്ടാമിനേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ മലിനമാകുന്നത്? എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴൊക്കെ അത് എന്ത് ആവാറുണ്ട്? കണ്ടാമിനേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ മലിനമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ലിനൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് വേണം. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യണം? PPEs യൂസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? മറ്റ് ഐറ്റംസിന്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. നോക്കി, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടഡ്? ഇനി എന്തൊക്കെ ടൈപ്പ് ആണ് ലോണ്ടറീസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഇതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും അത് ചോദിക്കാറുണ്ട്. ഇപ്പൊ 4 ടൈപ്സ് ഓഫ് ലോണ്ടറി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി 4 അത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലോണ്ടറീസിനെ 4 നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് യൂസ്ഡ് ലിനൻ. ഈ യൂസ്ഡ് ലിനനിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യും, നമ്മൾ ഉപയോഗിച്ചു,
അപ്പൊ നമ്മൾ പുറത്തു പോകാൻ വേണ്ടി നമ്മളൊരു പുതിയ ഡ്രസ്സ് എടുത്തു, അത് ഉപയോഗിച്ചു. പക്ഷെ കുറച്ച് സമയം, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഉപയോഗിച്ച് നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ അത് എങ്ങനെയായി? പുതിയതാണോ അത്? അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷൻ ആണോ? അല്ല, നമ്മൾ ഉപയോഗിച്ചു അല്ലെ? ഉപയോഗിച്ചു, എന്നാൽ എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂസ്ഡ് ആയി, പക്ഷെ എന്താണ്, അതിൽ അഴുക്കുകളോ കാര്യങ്ങളോ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ യാതൊരു അഴുക്കുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് നോക്കിയേ, യൂസ്ഡ് ലിനൻ. This type of linen has been used in a patient care, but it's not apparently stained. Stained എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇത്? യൂസ്ഡ് ആണ്, അതായത് പേഷ്യൻസിന്റെ കെയർ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലിനൻ ആണ്, ഈ തുണിത്തരമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് അപ്പാരന്റ്ലി സ്റ്റെയിൻഡ്. അത് പ്രത്യക്ഷത്തിൽ എങ്ങനെ തോന്നുന്നില്ല? സ്റ്റെയിൻഡ് ആയിട്ടുള്ളത് നമുക്ക് തോന്നില്ല. ക്ലിയർ ആയോ? പ്രത്യക്ഷത്തിൽ കറകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല, എന്നാൽ അത് ഉപയോഗിച്ചതാണ്, പേഷ്യൻസിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് തോന്നില്ല? അതിൽ കറകളോ കാര്യങ്ങളോ ഉപയോഗിച്ചെങ്കിൽ പോലും കറകളോ കാര്യങ്ങളോ നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള ലിനൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? യൂസ്ഡ് ലിനൻ. സെക്കൻഡ് വൺ ആണ് സോയിൽഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്താന്ന് നോക്കിയേ. Soiled linen. This type of linen has been contaminated or stained as they come in contact with blood. അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്റ്റെയിൻ ആവുന്നുണ്ട് അല്ലെ, അത് കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മലിനമാകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മലിനമാകുന്നത്? കം ഇൻ കോണ്ടാക്ട് വിത്ത് നമ്മുടെ ബ്ലഡുമായിട്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ശാരീരിക ദ്രവങ്ങളോ സ്രവങ്ങളോ, അതിൽ നിന്നൊക്കെ. അതാണ് സെക്രീഷൻസ് ആൻഡ് എക്സ്ക്രീഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന സ്രവങ്ങളോ ശാരീരിക ദ്രവങ്ങളോ അങ്ങനെയുള്ളവയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബ്ലഡുമായൊക്കെ ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടാമിനേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ എന്താണ് സ്റ്റെയിൻഡ് ആവുന്ന കറകൾ ഉണ്ടാവുന്നതായിട്ടുള്ള തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? യൂസ്ഡ് ലിനൻ എങ്ങനെയായിരുന്നു? യൂസ്ഡ് ലിനൻ പേഷ്യൻസിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്, എന്നാൽ പോലും ഉപയോഗിച്ചതാണെങ്കിൽ കൂടി നമുക്ക് പ്രത്യക്ഷത്തില് അവിടെ കറകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെയുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. രണ്ടാമത്തെ സോയിൽഡ് ലിനനിലാകുമ്പോൾ അവിടെ കറകൾ അല്ലെങ്കിൽ മലിനമാകുന്നുണ്ട്. ആ തുണിത്തരങ്ങൾ മലിനം നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സ്രവങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കറകളോ അല്ലെങ്കിൽ അത് ഡ്രസ്സ് മലിനമാകുന്ന ഒരു അവസ്ഥയാണ് സോയിൽഡ് ലിനനിൽ വരുന്ന തുണിത്തരങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കി, ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ എങ്ങനെയുള്ളതായിരിക്കും? ഇൻഫെക്റ്റഡ് ലിനൻ ഒന്ന് പറഞ്ഞു നോക്കി. ഇൻഫെക്റ്റഡ് ലിനൻ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ് യൂസ് ചെയ്ത ലിനൻ ആവാം അല്ലെ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകൾ ഉപയോഗിച്ചതാവാം അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉപയോഗിച്ചതാവാം. അല്ലാന്നുണ്ടെങ്കിലോ? അല്ലായെങ്കിൽ ഇങ്ങനെയായിരിക്കും, മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ നമ്മള് കോവിഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിപ്പ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് കുറച്ച് പേരെ ഇങ്ങനെയുള്ള അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നില്ലേ? ഐസൊലേറ്റ് ചെയ്ത് വേറൊരു റൂമിൽ അല്ലെങ്കിൽ മറ്റ് ഇതുമായി കുറച്ച് ദിവസത്തേക്ക് അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താറുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയാണ് അവരുടെ കേസ്? അവർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടോ? ഇൻഫെക്ഷൻസ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. വൈറസുകളുടെ ഇൻഫെക്ഷൻ ആണ്, എന്നാൽ പോലും നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പ്രസന്റ്ലി അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ? അങ്ങനെ അവരുമായിട്ട് സമ്പർക്കത്തിൽ അല്ലെ, ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. വെരി ഗുഡ്. ഒബ്സർവേഷന് വേണ്ടി, അതായത് ചാൻസ് ആണ്, വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ചാൻസസ്, അതായത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? അവർക്ക് ആ ഇൻഫെക്ഷൻസ് കിട്ടാനായിട്ടുള്ള ചിലപ്പോൾ വളരെ കൂടുതൽ ചാൻസ് ആണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചാൻസ് ഉള്ള പേഷ്യൻസ് ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നോക്കി? ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനൻ വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ can be used or soiled linen but from a patient with a known or suspected infection. എന്താണ് നോൺ ആയിട്ടുള്ള? അതായത് ഇത് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പേഷ്യൻസിന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേഷ്യന്റിന് ഇന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം.
അങ്ങനെയുള്ളതാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന തുണിത്തരങ്ങൾ. അതുപോലെ സസ്പെക്ടഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംശയിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സംശയിക്കേണ്ടതായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ സംശയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അണുബാധയുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തുണിത്തരങ്ങളും അതുപോലെ തന്നെ ഈ പേഷ്യൻസുമായി സമ്പർക്കത്തിൽ വരുന്ന സ്റ്റാഫുകളുടെ അവരുപയോഗിച്ചിട്ടുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളും ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നുണ്ട്. കിട്ടിയോ? ഇൻഫെക്റ്റഡ് ലിനൻ എന്താണെന്നുള്ളത് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോൾഡ്, അല്ലെ? അത് ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ അതിന് മലിനമായ തുണിത്തരങ്ങളാണ്. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? പേഷ്യൻസ്. അതെങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? അവർക്കൊന്ന് നമുക്ക് എന്താണ് ഒരു ഇൻഫെക്ഷൻ എന്നത് സ്ഥിരീകരിച്ചാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന ഇൻഫെക്ഷൻ ആണെന്നുള്ളത് അറിയാം. അങ്ങനെ അറിയാവുന്ന പേഷ്യൻസ് ആവാം. അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസിന്റെ ഒക്കെ എന്താണ് തുണിത്തരങ്ങൾ ഈ ഒരു ഇൻഫെക്റ്റഡ് ലിനനിൽ ഉൾപ്പെടുന്നു. ഫോർത്ത് വൺ നോക്കി, തിയേറ്റർ ലിനൻ. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാലോ. എവിടെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ, അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? യൂസ്ഡ് തിയേറ്റർ ലിനനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ലിനൻസ് ആണ് തിയേറ്റർ ലിനനിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും? യൂസ്ഡ് ലിനൻ പറഞ്ഞു, സോയിൽഡ് ലിനൻ പറഞ്ഞു, ഇൻഫെക്റ്റഡ് ലിനൻ പറഞ്ഞു, തിയേറ്റർ ലിനൻ പറഞ്ഞു. ഇതിന് 4 എണ്ണത്തിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? കിട്ടി? ഓക്കെ. Then should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling stained or contaminated laundry and should remove to change to clean gloves before handling clean laundry. അല്ലെ, ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയലുമായിട്ട് നമുക്ക് ആ ഒരു എന്താണ് വൈറസുകളോ ബാക്ടീരിയാസ് പോലെയുള്ളവയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശുചിത്വമില്ലായ്മയിലൂടെയാണ് പ്രധാനമായിട്ടും അത് വരുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് സേഫ് ആയിട്ട് നമ്മളൊരു സുരക്ഷിതത്വം എപ്പോഴും എന്ത് ചെയ്യണം? പാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് എന്താണ് എക്സ്പോഷർ ആവുക അല്ലെങ്കിൽ അതുമായിട്ട് ഒരു സമ്പർക്കത്തിൽ വരുമ്പോ അവരെപ്പോഴും നമ്മുടെ ഒരു സുരക്ഷിതത്വം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ആസ് വെൽ ആസ് ഫോർ ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്, നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ശുചിത്വപരമായിട്ടുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എപ്പോഴും അങ്ങനെയുള്ളവരായിരിക്കണം. അപ്പൊ യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ്. എപ്പോഴും എന്ത് ചെയ്യണം? ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതോ ഒക്കെ ലോണ്ടറീസ് അല്ലെങ്കിൽ ലിനൻസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കണം. അത് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ്. ഇനി എന്ത് ചെയ്യണം? അത് ആ ഒരു പ്രൊസീജിയർ നമ്മൾ ആ ഒരു പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാം? നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലൗസ് മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രമേ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അത് അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പൊ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റീൻഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ലോണ്ടറി അല്ലെങ്കിൽ ലിനൻ തുണിത്തരങ്ങളുമായിട്ട് ഹാൻഡിൽ ചെയ്തു, അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഹാൻഡ് ഗ്ലൗസുകൾ ഉപയോഗിച്ചിരിക്കണം. ഗ്ലൗസുകൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. ഇനി അതിന്റെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൗസ് റിമൂവ് ചെയ്യാം. ഇനി നല്ല ക്ലീൻ ആയിട്ടൊരു അടുത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാമെന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി അല്ലെങ്കിൽ ലിനൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അത് ആ ലിനനുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് ധരിച്ചിട്ട് മാത്രമേ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടിനും രണ്ട് രീതിയിലാണ് അത് വേണ്ടത്. അല്ലാതെ അവിടെ യൂസ് ചെയ്ത സെയിം ഗ്ലൗസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായോ? ഇത് പറഞ്ഞത് ഇഫ് എ പേഴ്സൺ ഹാസ് എ കണ്ടേജിയസ് ഡിസീസ്. എന്താണ് കണ്ടേജിയസ് ഡിസീസ്? പകർച്ചവ്യാധികൾ, അല്ലെ? അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസുകൾ ഒരു പേഴ്സൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ കോണ്ടാക്ട് വിത്ത് പ്രിക്കോഷൻസ് എന്താണ് എന്തെങ്കിലും സമ്പർക്കത്തിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന തുണികൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. വാഷിംഗ് മെഷീൻ മസ്റ്റ് ബി ഡിസ്ഇൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡിസീസുകൾ ഉള്ളവരോ അല്ലെങ്കിൽ അവരുമായി സമ്പർക്കത്തിൽ
വന്ന് മുൻകരുതൽ എടുക്കുന്നതായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവരെ അത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ഇനി ഇതെങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യണം. എന്ത് ചെയ്യണം, അണുനശീകരണം. ഈ വാഷിങ്ങിന് ശേഷം അണുനശീകരണം ചെയ്തിരിക്കണം. ഇത്രയും ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ? കിട്ടിയോ? ഇത്രയും പറഞ്ഞ പോയിന്റ്സ് കിട്ടിയോ? മാം ഇതില് സ്ക്രബ് സ്യൂട്ട് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നഴ്സുമാരൊക്കെ യൂസ് ചെയ്യുന്നതല്ല അതല്ലേ, യൂണിഫോം ആയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പുതിയ നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലിലൊക്കെ കൂടുതലും അങ്ങനത്തെ ഡ്രസ്സുകളല്ലേ കാണുന്നത്. നമ്മൾ മുൻപ് കണ്ട പോലത്തെ അല്ലല്ലോ. ഇപ്പൊ സ്ക്രബ് സ്യൂട്ട്സ് പോലെയുള്ളവയാണ് ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ, മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് സ്ക്രബ് സ്യൂട്ട്സ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. ബാക്കി ക്ലിയർ ആയോ പോയിന്റ്സ് എല്ലാം? ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ബാക്കി അടുത്ത ഇൻഫെക്റ്റഡ് ലിനൻ ആണോ പറയുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്താ പറയുന്നത്? പേഷ്യൻസ്, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇപ്പൊ നിലവിലുള്ള പേഷ്യൻസ് ആവാം, നിലവിലൊരു ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായി സമ്പർക്കത്തിൽ വന്ന് നമ്മൾ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി ഒബ്സർവേഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, ആളുകൾ ഉണ്ടാവില്ലേ, അവരുമായിട്ട് ഇങ്ങനെ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് സമ്പർക്കത്തിൽ വന്ന കുറച്ച് പേരുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ഒരു ചാൻസ് ഉണ്ട് അല്ലെ, സാധ്യതയുണ്ട്, ആ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസും അവരുപയോഗിക്കുന്ന തുണിത്തരങ്ങളും അതുപോലെ ഓൾറെഡി ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരുടെ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത്. ആരാ ചോദിച്ചത്? ആലിക്ക് കിട്ടിയോ? ഓക്കെ, അപ്പൊ വേഗം ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് കുറച്ചുകൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ ക്ലാസ്? Okay, ma'am. Thank you. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.